കെ സ്റ്റെഫിൻ വിവരങ്ങളുമായുണ്ട്. സ്റ്റെഫിൻ, മുഖ്യമന്ത്രി രാജി നൽകിയിരിക്കുന്നു, സ്വാഭാവിക നടപടിക്രമം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി തോൽവിയെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല, മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നില്ല, വാർത്താ സമ്മേളനം നടത്തുന്നില്ല? അഭിലാഷ്, ഏതായാലും അടുത്ത ദിവസങ്ങളിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. ഏതായാലും മറ്റന്നാൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വെച്ചിട്ടുണ്ട്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് തിരിച്ചടി വിശദമായി തന്നെ ചർച്ച ചെയ്യാനാണ് സാധ്യത. അതിനുശേഷം ഏതായാലും LDF യോഗം ഉണ്ടാകും. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗവുമെല്ലാം അടുത്ത വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകും. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി CPM-ന്റെ ഒരു വാർത്താക്കുറിപ്പ്, സെക്രട്ടേറിയറ്റിന്റെ ഒരു വിശകലനം വന്നിട്ടുണ്ട്. അതിൽ ഈ തോൽവി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒപ്പം ഈ 10 വർഷക്കാലം സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഔദ്യോഗികമായി ഈ തോൽവിയെക്കുറിച്ചും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും CPM വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി രാജി സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവർണർ ഏതായാലും ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ കാവൽ മുഖ്യമന്ത്രിയായി തുടരണമെന്നൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നാളെ ഏതായാലും മന്ത്രിസഭാ യോഗം ചേരാനിരുന്നതാണ്, അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മന്ത്രിസഭാ യോഗം ഏതായാലും നാളെ ഇല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഓഫീസ് മാറുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മന്ത്രിമന്ദിരങ്ങൾ ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നു വരികയായിരുന്നു. അതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ളൊരു തോൽവി, വലിയ തിരിച്ചടി CPM-നും LDF-നും ഉണ്ടായത്. അതിന് പിന്നാലെ മുഖ്യമന്ത്രി രാജിക്കത്ത് ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ശരി.